പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നീ ദൈവത്തിൻ്റെ വിലപ്പെട്ട ദൈവപൈതല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡു യു സ്ട്രഗിൾ വിത്ത് ഗോഡ്സ് ലവ് ഫോർ യു? ഞാൻ പറയട്ടെ, ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിന്നോടുള്ളത് ഏറ്റവും വിശ്വസ്തയോടുകൂടി നിലനിൽക്കുന്നതുമാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം. ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിനൊരിക്കലും താനായിരിക്കുന്നു എന്നുള്ള ആ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയത്തില്ല. ഓർക്കണേ, ലവ് നെവർ സ്റ്റോപ്സ് ലവിങ്. ദൈവം സ്നേഹത്തിൻ്റെ പാട്ട് കുഞ്ഞെ നിനക്ക് വേണ്ടി പാടും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാവ് 31:3. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ചില കാര്യങ്ങൾ ഓർത്തോണം. ഓൾവേസ് ആൻഡ് ഫോർ എവർ ഗോഡ് ലവ്സ് യു. ഫുള്ളി ആൻഡ് അൺറിസർവ്ഡ്ലി ഗോഡ് ലവ്സ് യു. Unconditionally and unwavering, God loves you. Extravagantly and jubilantly, God loves you. Sacrificially and unfailingly, God loves you. ദൈവത്തിൻ്റെ സ്നേഹം എന്നും എന്നേക്കുമുള്ളതാണ് കേട്ടോ. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. യെശയ്യാവ് 54:10. പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിൻ്റെ സ്വന്തമാണ് അല്ലേ? ഞാൻ അവൻ്റെ സ്വന്തമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ നമ്മെ ഇപ്പോഴും ആയുസ്സോടെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. നാം എപ്പോഴും സന്തോഷത്തിൻ്റെ പാട്ട് പാടുന്നതും സന്തോഷമായിട്ടിരിക്കുന്നതുമെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. വലിയവരിനും മാന്യനുമായിട്ട് അവൻ നിന്നെ കാണുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണമേ. നമ്മുടെ കർത്താവ് ആൽഫയും ഒമേഗയുമാണ്, അതായത് ബിഗിനിങ് ആൻഡ് ദ എൻഡ് ആണെന്ന്. അവൻ്റെ സ്നേഹത്തെ നമുക്ക് ആർക്കും അളക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് പലപ്പോഴും ബലം തന്നിട്ടുള്ളതും സന്തോഷം തന്നിട്ടുമുള്ളതായിട്ടുള്ളൊരു വാക്യമാണ് സെഫന്യാവ് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. സെഫന്യ Chapter 3 verse 17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്ട്രഗിൾസും ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ ജയം നാം പ്രാപിക്കുന്നത് കണ്ട് നമ്മുടെ ദൈവം സന്തോഷിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ അവൻ നമുക്ക് ധൈര്യം തരും. അവൻ നമ്മെ എൻകറേജ് ചെയ്യും. പല പരീക്ഷകളും ജയിപ്പാൻ തക്കവണ്ണമുള്ള എബിലിറ്റി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. കുഞ്ഞെ, ചില സമയങ്ങളിൽ നീ ഫ്രസ്ട്രേറ്റഡ് ആയി പോകാറില്ലേ? നീ ഇതങ്ങ് വിട്ടുകളയാമെന്ന് നീ ചിന്തിക്കാറില്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിൻ്റെ കരം നീ എനിക്ക് താ, ഞാൻ നിന്നെ ഏത് പ്രതിസന്ധി കൂടെയാണെങ്കിലും നടത്തിക്കൊണ്ടു പോകുന്ന ദൈവം പറയുന്നുണ്ട്. നമ്മുടെ ദൈവം നിനക്ക് റെസ്റ്റ് തരും. ആ ദൈവത്തിൻ്റെ മകനാ നീ, മകളാ നീ. അതുകൊണ്ട് നാം ഫേസ് ചെയ്യുന്ന ഏത് സാഹചര്യമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ആ സാഹചര്യത്തെ കഴിഞ്ഞും ആ പ്രശ്നത്തെ കഴിഞ്ഞും വലിയവനാ നമ്മുടെ ദൈവം. ഒംനിഷ്യൻറ്റ്, omnipotent and omnipresent. I am love that never fails. ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം
കുറഞ്ഞു പോകത്തില്ല. കർത്താവ് നമുക്ക് റെസ്റ്റ് തരും. യേശു കർത്താവ് ആരെ കണ്ടാലും യേശു കർത്താവ് സന്തോഷത്തോടെ സ്നേഹിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹാദൈവമാണ്. വിശ്വസിക്കാൻ കഴിയുമോ? നിത്യത വരെയും അവൻ നമ്മെ സ്നേഹിക്കും. എന്തെല്ലാം നല്ല പ്ലാൻസ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ടോ അതെല്ലാം പൂർണ്ണമാക്കുവാനും നിറവേറ്റാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമ്മുടെ പ്ലാന് അല്ല ദൈവത്തിൻ്റെ പ്ലാൻ, നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. പക്ഷേ ദൈവം എന്ത് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്താലും അത് നമുക്ക് സമാധാനം തരാൻ, ഒരു നല്ല ഭാവി തരാൻ, നമുക്ക് പ്രത്യാശ തരാൻ. കാരണം നമ്മുടെ വെൽബീയിങ് ദൈവത്തിൻ്റെ കൺസേണാണ്. ദൈവത്തിൻ്റെ പ്ലാൻ എല്ലാം യുണീക്കാണ്. ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും അവനത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഒന്നും അവൻ നമ്മിൽ നിന്ന് പിടിച്ചെടുക്കത്തില്ല, പിടിച്ചു വെക്കത്തുമില്ല. കാരണം രക്ഷ അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയത് നമ്മുടെ ഏറ്റവും നല്ലതിലേക്ക് നമ്മെ നടത്താനാണ്. സാൽവേഷൻ ഈസ് പെയ്ഡ് ഇൻ ഫുൾ, ഈച്ച് പേഴ്സൺസ് ചോയ്സ് ടു റിസീവ്. പ്രൈസ് ഗോഡ്. എപ്പോഴും ദൈവവചനം നിനക്ക് സമീപസ്ഥമായിട്ടില്ലേ? പ്രൈസ് ഗോഡ്. അത് നിൻ്റെ ഹൃദയത്തിലില്ലേ? അത് നിൻ്റെ വായിലില്ലേ? പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല, അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇത്രത്തോളം നമുക്ക് വേണ്ടി ഒരുക്കി, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ പിൻപറ്റുവാൻ കുഞ്ഞെ നിനക്ക് കഴിയുമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം നാൾക്ക് നാൾ വർദ്ധിച്ച് വരട്ടെ. ലവ് നെവർ സ്റ്റോപ്സ് ലവിങ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നിന്നു പോകത്തില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഉതിർന്നു പോകത്തില്ലെന്ന്. യെശയ്യാവ് 46-ന്റെ 4-ാം വാക്യം, ഐസായ 46 വേഴ്സ് 4 ഇങ്ങനെ പറയുന്നു. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരിക്കോളും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാനായിട്ട് പറ്റുമോ? യെശയ്യാവ് 43-ന്റെ 2-ാമത്തെ വാക്യം, അത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന, വെൻ യു ഗോ ത്രൂ ഡീപ്പ് വാട്ടേഴ്സ് ഐ വിൽ ബി വിത്ത് യു, വെൻ യു ഗോ ത്രൂ റിവേഴ്സ് ഓഫ് ഡിഫിക്കൽറ്റി യു വിൽ നോട്ട് ഡ്രൗൺ, വെൻ യു വോക്ക് ത്രൂ ദ ഫയർ ഓഫ് ഓപ്പറേഷൻ യു വിൽ നോട്ട് ബി ബേൺഡ് അപ്പ്, ദ ഫ്ലെയിംസ് വിൽ നോട്ട് കൺസ്യൂം യു. ഹല്ലേലൂയ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല എന്ന് മലയാളത്തിൽ പറയുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക ആ ഫ്ലെയിംസ് ഉണ്ടല്ലോ നിന്നെ കൺസ്യൂം ചെയ്യത്തില്ലെന്ന്. അത് ഒരിക്കലും നിന്നെ തിന്നു തീർക്കത്തില്ല. ദൈവപൈതലേ, ഈ നല്ല ദൈവത്തിൻ്റെ വഴികൾ പിൻപറ്റുവാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നമ്മുടെ സൃഷ്ടാവല്ലേ. അവൻ ഭൂമിയെ സൃഷ്ടിച്ചു, അവൻ ആകാശത്തെ സൃഷ്ടിച്ചു, അതിശയകരമായി സൃഷ്ടിച്ചു, വിലയുള്ളതായിട്ട് സൃഷ്ടിച്ചു, ശക്തിയുള്ളതായിട്ട് സൃഷ്ടിച്ചു. അത് നമുക്കവൻ തന്നിരിക്കുക. നമ്മെ പൂർണ്ണമായി അവൻ അറിയുന്നു. നാം അവൻ്റെ പോയട്രിയാണ്, നാം അവൻ്റെ ഹാൻഡ് വർക്കാണ്. പ്രൈസ് ഗോഡ്. ഇത്രമാത്രം അൺകണ്ടീഷണലായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവന് വലിയ പ്ലാനുണ്ട്. അവൻ നമ്മെ ടേക്ക് കെയർ ചെയ്യും, ഉപേക്ഷിക്കത്തില്ല. അവൻ നമുക്ക് നല്ല ഭാവി തരും. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവം തരുന്നത് എല്ലാം ദ ബെസ്റ്റ് ആയിരിക്കും, ലോകത്തിലേക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അവൻ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് അവൻ പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട്. ഐ ആം ഹീ ഹൂ സസ്റ്റെയിൻ യു, ഐ വിൽ നെവർ ഫോർഗെറ്റ് ഓർ അബാൻഡൻ യു. പോരെ, ഇത്രത്തോളം നമ്മളെ കരുതുന്ന, നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഗോഡ്സ് ലവ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് യു ക്യാൻ റിസീവ്. നിനക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 22
വേഴ്സ് 37 ഇങ്ങനെ പറയുന്നു, യേശുവിനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. യെസ്, ഹല്ലേലൂയ. നാം നമ്മുടെ സർവവുമായി നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം, അവനെ സേവിക്കണം. ഒരിക്കലും മെസ്ഡപ്പായി പോകല്ലേ. ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ചു തരും. ഗോഡ് ഈസ് ലവ്. ലവ് നെവർ സ്റ്റോപ്സ് ലവിങ്. പ്രൈസ് ഗോഡ്. ഈ നല്ല ദൈവത്തിൻ്റെ പാത നമുക്ക് പിൻപറ്റാമേ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തെ നമുക്ക് പിൻപറ്റാമേ. യു ആർ സോ ലൗഡ്, യു ആർ സോ ലൗഡ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുരടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം. ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണേ, കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.